നമസ്കാരം. ഇന്നത്തെ ക്ലാസ് പ്രീവിയസ് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഡിപ്പാർട്ട്മെൻ്റൽ പരീക്ഷ എഴുതുന്ന എല്ലാ പരീക്ഷാർത്ഥികളെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചോദ്യം: ദ അതോറിറ്റി ടു ഗ്രാൻഡ് പ്രിമച്ചർ ഇൻക്രിമെന്റ് ടു ആൻ ഓഫീസർ ഇൻ റിക്കഗ്നിഷൻ ഓഫ് മെറിറ്റോറിയസ് സർവീസ്. സ്തുത്യർഹമായ സേവനത്തിന് ഒരു ഉദ്യോഗസ്ഥന് പ്രിമച്ചർ ഇൻക്രിമെന്റ് നൽകാനുള്ള അധികാരം ആർക്ക് എന്നാണ് ചോദ്യം. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കണം. പ്രിമച്ചർ ഇൻക്രിമെന്റിനെ പറ്റി നമുക്ക് ആദ്യം മനസ്സിലാക്കാം. പ്രിമച്ചർ ഇൻക്രിമെന്റ് അഥവാ അഡ്വാൻസ് ഇൻക്രിമെന്റ് KSR പാർട്ട് 1 റൂള് 34 പ്രിമച്ചർ ഇൻക്രിമെന്റിനെ പറ്റി പ്രതിപാദിക്കുന്നത്. എന്താണ് പ്രിമച്ചർ ഇൻക്രിമെന്റ്? സ്തുത്യർഹമായ സേവനത്തിന് ഒരു ഉദ്യോഗസ്ഥന് അനുവദിക്കുന്ന അഡ്വാൻസ് ഇൻക്രിമെന്റ് ആണ് പ്രിമച്ചർ ഇൻക്രിമെന്റ്. ഇത് അനുവദിക്കാനുള്ള അധികാരം സർക്കാരിനാണ്. ഗസറ്റഡ്, നോൺ ഗസറ്റഡ് ഭേദമില്ലാതെ പ്രിമച്ചർ ഇൻക്രിമെന്റ് അനുവദിക്കുന്നതാണ്. സ്തുത്യർഹമായ സേവനത്തിന് ചിലപ്പോൾ ക്യാഷ് അവാർഡ് അനുവദിക്കാറുണ്ട്. അത്തരം ക്യാഷ് അവാർഡ് ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർക്ക് അനുവദിക്കാൻ പാടില്ല എന്ന് റൂള് 34 ഗവൺമെന്റ് ഡിസിഷൻ 2 വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ഗുഡ് സർവീസ് എൻട്രീസ്, ഇൻസെൻറ്റീവ് അവാർഡ്സ്, അഡ്വാൻസ് ഇൻക്രിമെന്റ് എന്നിവ പരിശീലനത്തിനായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അനുവദിക്കാൻ പാടില്ല എന്ന് റൂള് 34 ഗവൺമെന്റ് ഡിസിഷൻ 4 വ്യക്തമാക്കുന്നുണ്ട്. പ്രിമച്ചർ ഇൻക്രിമെന്റിനെ പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനിയും ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ ഈ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ? പ്രിമച്ചർ ഇൻക്രിമെന്റ് അനുവദിക്കാനുള്ള അധികാരം സർക്കാരിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദ ഗവൺമെന്റ്. അടുത്ത ചോദ്യം പെൻഷൻ കമ്മ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം: ഇൻ കേസ് when application for commutation of pension is submitted after the date of retirement but before the expiry of 1 year from the date of retirement, commutation shall become absolute. വിരമിക്കലിന് ശേഷം 1 വർഷത്തിനുള്ളിൽ പെൻഷൻ കമ്മ്യൂട്ടേഷന് അപേക്ഷിച്ചാൽ കമ്മ്യൂട്ടേഷൻ പൂർണ്ണമാകുന്നത് ഏത് ഡേറ്റിലാണ്? അതാണ് ചോദ്യം. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. നമുക്ക് പെൻഷൻ കമ്മ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാം. പെൻഷണർക്ക് മാത്രമേ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യാൻ അനുമതിയുള്ളൂ. അവകാശികൾക്ക് പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യാൻ അനുമതിയില്ല. ബേസിക് പെൻഷന്റെ 40% പരമാവധി കമ്മ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത്. കമ്മ്യൂട്ട് ചെയ്ത ഭാഗം പുനഃസ്ഥാപിക്കാനുള്ള കാലയളവ് 12 വർഷമാണ് നിലവിലുള്ളത്. വിരമിക്കൽ തീയതിയിലോ അതിനു മുമ്പോ പെൻഷൻ കമ്മ്യൂട്ടേഷന് അപേക്ഷിച്ചാൽ വിരമിക്കൽ തീയതിയുടെ അടുത്ത ദിവസം കമ്മ്യൂട്ടേഷൻ പൂർണ്ണമാകുന്നതാണ്.
വിരമിക്കലിന് ശേഷം 1 വർഷത്തിനുള്ളിൽ കമ്മ്യൂട്ടേഷൻ അപേക്ഷിച്ചാൽ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി അപേക്ഷ സ്വീകരിക്കുന്ന തീയതിയിൽ കമ്മ്യൂട്ടേഷൻ പൂർണ്ണമാകും. വിരമിക്കലിന് ശേഷം 1 വർഷം കഴിഞ്ഞ് കമ്മ്യൂട്ടേഷന് അപ്ലൈ ചെയ്താൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. കുറേ കാര്യങ്ങൾ പെൻഷൻ കമ്മ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ടത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു പോകാം. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? വിരമിക്കലിന് ശേഷം 1 വർഷത്തിനുള്ളിൽ കമ്മ്യൂട്ടേഷന് അപേക്ഷിച്ചാൽ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി അപേക്ഷ സ്വീകരിക്കുന്ന തീയതിയിൽ കമ്മ്യൂട്ടേഷൻ പൂർണ്ണമാകും. So, here the correct answer is option C. On the date of the receipt of application by the pension sanctioning authority. പേ ഫിക്സേഷനുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം റൂൾ 37B പാർട്ട് 1 KSR does not apply to cases. KSR പാർട്ട് 1 റൂൾ 37B ഏത് കേസിന് ബാധകമല്ല? ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ബാധകമല്ലാത്ത ഓപ്ഷൻ കണ്ടെത്തണം. റൂള് 37B. എന്താണ് റൂള് 37B? ഹയർ സ്കെയിലിൽ നിന്നും ലോവർ സ്കെയിലിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് മൂലം നടത്തുന്ന നിയമനങ്ങൾക്ക് പേ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റൂളാണ് റൂള് 37B. ഇതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. ഹയർ സ്കെയിലിൽ നിന്നും ലോവർ സ്കെയിലിലേക്ക് നടത്തുന്ന ഒഫീഷ്യേറ്റിംഗ് അപ്പോയിൻമെന്റിന് പേ പ്രൊട്ടക്ഷൻ ലഭിക്കത്തില്ല. അതായത് ഹയർ സ്കെയിലിലെ പേ പരിഗണിക്കാതെ ലോവർ സ്കെയിലിലെ മിനിമം സ്റ്റേജിൽ പേ ഫിക്സ് ചെയ്യണം. എന്നാൽ സ്പെഷ്യൽ റൂള് പ്രകാരമാണ് അപ്പോയിൻമെന്റ് എങ്കിൽ പേ പ്രൊട്ടക്ഷൻ ലഭിക്കും. ഹയർ സ്കെയിലിൽ നിന്നും ലോവർ സ്കെയിലിലേക്ക് നടത്തുന്ന അപ്പോയിൻമെന്റ് സ്പെഷ്യൽ റൂള് പ്രകാരമാണെങ്കിൽ പേ പ്രൊട്ടക്ഷൻ ലഭിക്കും. അതായത് ഹയർ സ്കെയിലിൽ വാങ്ങിയ പേ ലോവർ സ്കെയിലിലും ലഭിക്കും എന്നർത്ഥം. ഹയർ സ്കെയിലിലെ പേ ലോവർ സ്കെയിലിലെ ഒരു സ്റ്റേജ് ആണെങ്കിൽ ആ സ്റ്റേജിൽ പേ ഫിക്സ് ചെയ്യാം. അല്ല എങ്കിൽ അതിന് തൊട്ടു താഴെയുള്ള സ്റ്റേജിൽ പേ ഫിക്സ് ചെയ്ത് ഡിഫറൻസ് പേഴ്സണൽ പേ ആയി കണക്കാക്കണം. ഈ റൂള് 37B റിവേർഷൻ കേസുകൾക്ക് ബാധകമല്ല. റൂള് 37Bയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനിയും ചോദ്യത്തിലേക്ക് തിരിച്ചു പോകാം. ഇവിടെ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ B, റിവേർഷൻ. അടുത്ത ചോദ്യം സബ്സിസ്റ്റൻസ് അലവൻസുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം: when an officer is placed under suspension while on leave without allowance, he shall not be eligible for any subsistence allowance during the period of leave.
ഒരു ഉദ്യോഗസ്ഥന് ലീവ് വിത്തൗട്ട് അലവൻസ് പീരീഡിൽ ശൂന്യവേതന അവധിക്കാലത്ത് സസ്പെൻഡ് ചെയ്താൽ സബ്സിസ്റ്റൻസ് അലവൻസിന് അർഹതയില്ല. ഈ പ്രസ്താവന ശരിയാണോ എന്ന് പരിശോധിക്കണം. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. സബ്സിസ്റ്റൻസ് അലവൻസ്. സസ്പെൻഷനെ പറ്റിയും സബ്സിസ്റ്റൻസ് അലവൻസിനെ പറ്റിയും KSR പാർട്ട് 1 റൂള് 55 പ്രതിപാദിക്കുന്നത്. സസ്പെൻഷനിൽ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥന് അനുവദിക്കുന്ന ഉപജീവനപ്പടിയാണ് സബ്സിസ്റ്റൻസ് അലവൻസ്. ഇത് ഹാഫ് പേ ലീവ് സാലറിക്ക് തുല്യമാണ്. ശൂന്യവേതന അവധിക്കാലത്ത് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ ലീവ് പീരീഡിൽ സബ്സിസ്റ്റൻസ് അലവൻസിന് അർഹതയില്ല. എന്നാൽ അവധിക്ക് ശേഷവും സസ്പെൻഷൻ തുടരുകയാണെങ്കിൽ സബ്സിസ്റ്റൻസ് അലവൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ വേതനത്തോടുള്ള അവധിക്കാലത്താണ് സസ്പെൻഷന് വിധേയനാകുന്നതെങ്കിൽ സസ്പെൻഷൻ കാലത്തെ ലീവ് ക്യാൻസലായി പരിഗണിക്കുകയും സബ്സിസ്റ്റൻസ് അലവൻസ് ലഭിക്കുകയും ചെയ്യും. ഇനിയും ചോദ്യത്തിലേക്ക് പോകാം. Here the correct answer is option A, correct. അടുത്ത ചോദ്യം പെൻഷൻ കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം: An officer with 32-year qualifying service retired from service on 30th November 2022. He was drawing rupees 91,200 from 1/8/2021 and rupees 93,400 from 1/8/2022. He will get a monthly pension of dash. ഉദ്യോഗസ്ഥൻ റിട്ടയർഡ് ആയത് 30/11/2022 1/8/2021 അടിസ്ഥാന ശമ്പളം 91,200. 1/8/2022 അടിസ്ഥാന ശമ്പളം 93,400. മന്ത്ലി പെൻഷൻ കണക്കാക്കണം. മന്ത്ലി പെൻഷൻ കണക്കാക്കാൻ ആവറേജ് എമോൾമെൻറ്റും ക്വാളിഫയിങ് സർവീസും അറിയണം. ആവറേജ് എമോൾമെൻറ്റ് അവസാനത്തെ 10 മാസത്തെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ ശരാശരിയാണ് ആവറേജ് എമോൾമെൻറ്റ്. ഉദ്യോഗസ്ഥൻ 2022 നവംബർ 30 വരെ സർവീസിലുണ്ടായിരുന്നു. അതുമുതൽ ഇങ്ങോട്ട് 10 മാസം കണക്കാക്കണം. 2022 ഫെബ്രുവരി മുതൽ 2022 നവംബർ വരെ 10 മാസമാണ്. ഈ 10 മാസത്തെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ ശരാശരി കണ്ടാൽ ആവറേജ് എമോൾമെൻ്റായി. ആവറേജ് എമോൾമെൻറ്റ് 91,200 ഇൻറ്റു 6 അധികം 93,400 ഇൻറ്റു 4. ഇതിനെ 10 കൊണ്ട് ഭാഗിച്ചാൽ ആവറേജ് എമോൾമെൻ്റായി 92,080. ടോട്ടൽ സർവീസ് 32 വർഷമാണ്. ടോട്ടൽ സർവീസ് 32 വർഷമാണെങ്കിലും പെൻഷൻ കണക്കാക്കാനുള്ള ക്വാളിഫയിങ് സർവീസ് 30 ഫുൾ പെൻഷന് അർഹമായ ക്വാളിഫയിങ് സർവീസ് 30. അപ്പോൾ ക്വാളിഫയിങ് സർവീസ് 30. പെൻഷൻ കണക്കാക്കുന്ന വാക്യം ഹാഫ് ഇൻറ്റു ആവറേജ് എമോൾമെൻറ്റ് ഇൻറ്റു ക്വാളിഫയിങ് സർവീസ് ബൈ 30. ആവറേജ് എമോൾമെൻറ്റ് 92,080 ഇൻറ്റു ക്വാളിഫയിങ് സർവീസ് 30 ബൈ 2 ഇൻറ്റു 30.
46,040. ഇത് അടിസ്ഥാന പെൻഷനാണ്. ഒരു മാസം കിട്ടുന്ന അടിസ്ഥാന പെൻഷനാണ് 46,040. So the correct answer is option C, 46,040. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.